ഇന്ന് ഒരാളെ തേടിയുള്ള യാത്രയാണ്. പാലക്കാട് കിഴക്കൻമലയിലെ ഒരു ഉൾഗ്രാമം. ഗ്രാമമെന്നൊന്നും പറയാൻ പറ്റില്ല. മലയും ഇടതൂർന്ന വനവുമുള്ള പ്രദേശത്ത് കുറച്ച് വീടുകൾ അവിടെ എവിടെയായി ഉണ്ട്. അവിടേക്കാണ് എൻ്റെ യാത്ര. കൂടെ ന്യൂസ് ചാനലിൽ ഞങ്ങളുടെ ക്യാമറാമാനുമുണ്ട്. അവിടെ എന്നെയും കാത്ത് അല്ല പ്രതീക്ഷിച്ച് ഒരാളിരിപ്പുണ്ട്. പേര് സുനിൽകുമാർ എന്നാണ് പറഞ്ഞത്. അവൻ തന്നെ പറഞ്ഞു, സ്കൂൾ രജിസ്റ്ററിൽ മാത്രമേ അത് വിളിച്ചിരുന്നുള്ളൂ, എല്ലാവരും അവനെ ഉണ്ണി എന്നാണ് വിളിക്കുന്നത്. അവനും ആ വിളി കേൾക്കാനാണ് ഇഷ്ടം. ഞാനും അവനെ ഉണ്ണി എന്ന് വിളിക്കും. ആരോടൊക്കെയോ ചോദിച്ചാണ് ഞങ്ങളുടെ നമ്പർ അവന് കിട്ടിയത്. അമ്മ നേരത്തെ മരിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനും മരിച്ചതോടെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. ബന്ധു എന്ന് പറയാൻ അമ്മയുടെ ഏതോ വകയിലുള്ളൊരു വല്യമ്മ മാത്രം. വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഇതെല്ലാം അവൻ പറഞ്ഞതാണ്. ജന്മന എൻ്റെ ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട്. വളർച്ചയില്ലാത്തതാ സാറേ. ഈ കാലം വെച്ച് അങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് ഇവിടം വരെ വരണം. ജീവിതം പ്രതിസന്ധിയിലാണ്. പിന്നെയും കുറച്ച് സംസാരിച്ചു. അവൻ്റെ ശബ്ദത്തിലൊരു പതർച്ച ഞാൻ അറിഞ്ഞു. അത് ഭയമല്ല, മറ്റെന്തോ ആണ്. അത് തേടിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആരിലൂടെ ഉടേ ഉടേ ആരാണ്? ഉടേ ഇത് സിറ്റി വിഷൻ ന്യൂസ് ചാനലിൽ നിന്നാണ്. നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? സാറായിരുന്നു. ഞാൻ നിങ്ങൾ വരുമെന്ന് കരുതിയില്ല. ഒരുപാട് സന്തോഷമുണ്ട് വന്നതിൽ. ഇതിലിരിക്കാൻ പറ്റുമോ? അഴുക്ക് പിടിച്ചതാ. ഇവിടെ വേറൊന്നുമില്ല ഇരിക്കാൻ തരാനായിട്ട്. ഞാനിരുന്നോളാം, കുഴപ്പമില്ല. ഞങ്ങളുടെ മൈക്കും ക്യാമറയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ നീ. പഞ്ചാര തീർന്നിട്ട് 2 ദിവസമായി. കടയിൽ പോയിട്ടില്ല. ഒന്നും തോന്നരുത് കുടിക്കാൻ തരാനായിട്ട്. സാരമില്ലട, ഒന്നും വേണ്ട. ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ തൻ്റെ മുഖത്തൊരു പുഞ്ചിരി കണ്ടാൽ മതി. ഉണ്ണി, അപ്പോൾ തൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറ്റാവുന്ന രീതിയിൽ പറഞ്ഞു. എന്നാൽ സ്റ്റാർട്ട് ചെയ്തു. എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല സാറേ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചതാണ്. എൻ്റെ ഒരു കാലിന് വളർച്ചയും സ്വാധീനമൊന്നും ഇല്ലാത്തന്നേ. ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഞാൻ ഈ പാട്ടൊക്കെ പാടും സാറേ.
നാടൻ പാട്ടും സിനിമാ പാട്ടും ഒക്കെ. പാട്ടുപാടി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ബാക്കി പറഞ്ഞോളൂ. സാറ് ഇവിടം വരെ വരാൻ കുറേ ബുദ്ധിമുട്ടില്ലേ? വണ്ടികളൊന്നും വരാത്ത ഈ കാട്ടിൽ കൂടെ താൻ നടന്നു നീങ്ങുന്നത് ചിന്തിക്കാൻ തന്നെ പ്രയാസമാടോ. എനിക്ക് ശീലമായി, കുറേ കാലമായില്ലേ. വയ്യാത്ത കാലം വെച്ച് മുടന്തി ടൗണിലെത്തുമ്പോഴേക്കും സമയം മൂന്തിയായിട്ടുണ്ടാവും. അവിടെ ബസ് സ്റ്റാൻഡിലും ആൾ കൂടുന്നിടത്തെല്ലാം പാടും. നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ കയറിയിട്ടും പാടും. വൈകുന്നേരം 5 മണി കഴിയുമ്പോൾ ഒരുപാട് ആളുണ്ടാവും സാർ. ആരെങ്കിലുമൊക്കെ ചില്ലറത്തുട്ടുകൾ 1ഉം 5ഉം ചിലർ നോട്ടം കത്തരും. ആരോടും യാചിക്കില്ല. അറിഞ്ഞു തരുന്നത് മേടിയും. രാത്രി കടത്തിൻ്റെ കിടക്കും. 3-4 ദിവസം അങ്ങനെ കഴിയും. പിന്നെ കിട്ടുന്ന പൈസയ്ക്ക് കുറച്ച് സാധനങ്ങളും മേടിച്ച് മുടന്തി ഈ മല കയറും. ആഴ്ചയിൽ 3 ദിവസം വീട്ടിൽ കാണും. എന്തെങ്കിലുമൊക്കെ ചെയ്യും. സാറ് കണ്ടില്ലേ വാഴയും ചേനയും ഇഞ്ചിയൊക്കെ ഞാൻ വെച്ചത്? ഞങ്ങൾ വരുമ്പോൾ കണ്ടായിരുന്നുണ്ണി. നാടൊടുക്കെ കൊറോണ വന്നതോടുകൂടി കാര്യം കഷ്ടത്തിലായി. ബസ് സ്റ്റാൻഡ് ഒഴിഞ്ഞു കിടക്കുക. ബസ്സുകളൊന്നും ഓടുന്നില്ല, ആളുകൾ പുറത്തിറങ്ങുന്നില്ല. ടാക്സിക്കാരുണ്ട് കുറച്ച് പേര്, അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. പോലീസുകാർ ഞങ്ങളെ കാണുമ്പോൾ വീട്ടിൽ പോയിരിക്കാൻ പറയാം സാറേ. ജീവിതം വഴിമുട്ടി. നിങ്ങൾ ആരോടും സഹായമൊന്നും ചോദിച്ചില്ലേ? ഞാൻ സാറിന് വരാൻ പറഞ്ഞത് എൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് നിരത്തിൽ ആടിയും പാടിയും ഈ വേസ്റ്റ് ഉപ്പയൊക്കെ പെറുക്കിയിട്ടും ക്യാൻറ്റീനിൽ രാത്രി ചായ വിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളെ. അവരിൽ പലർക്കും കുട്ടിയും കുടുംബവും ഉണ്ട്. ചിലർക്കൊന്നും റേഷൻ കാർഡും മറ്റു രേഖയൊന്നും ഇല്ലാത്തവരാ. അവരെന്ത് ചെയ്യും സാർ? എനിക്ക് മരിക്കാൻ ഭയമില്ല. എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ സാറ്. വലിയ വിവരമൊന്നും ഇല്ലാത്തവനാ. രാഷ്ട്രീയം അറിയില്ല. ഇലക്ഷൻ സമയമാകുമ്പോൾ അറിയാത്ത ഒരുപാട് പേര് വരും. എടുത്തുകൊണ്ടുപോയി വോട്ട് ചെയ്യിക്കാനായിട്ട് മലയുടെ കാര്യത്തിൽ അവരെടുത്തുകൊണ്ടുപോയി വോട്ട് ചെയ്യും. എനിക്കറിയാവുന്ന രാഷ്ട്രീയം അതാണ് സാറേ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ സാറേ, മാസം 40,000 50,000 അതിന് മുകളിലൊക്കെ മേടിക്കുന്ന സർക്കാർ ജോലിക്കാരുണ്ടല്ലോ സാറേ. കൊറോണ വന്ന് ഓഫീസൊക്കെ പൂട്ടിയപ്പോൾ മാസങ്ങൾ വീട്ടിലിരുന്നിട്ടും അവർക്ക് ശമ്പളം കൊടുത്തു. അതിൽ ഞങ്ങളുടെയും കാശില്ല സാർ. അതിൽ ഞങ്ങളെപ്പോലെ തന്നെ റേഷൻ അവരുടെ കുടുംബത്തിനും കൊടുക്കുന്നുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കുന്നതിനെതിരെ പറഞ്ഞതല്ല സാറ്. ജീവിക്കാൻ വഴിയില്ല അവർക്ക് ഇത്രയും ചെയ്തു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കാശൊന്നും വേണ്ട. പണിയെടുത്ത് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നാൽ മതി. ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഇതൊക്കെ ഒന്ന് ടി വി കാണിക്കണം. ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ്. ശരിയുണ്ട്, ഞങ്ങൾ എന്തായാലും ഇത് ടെലികാസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഉണ്ണി പാട്ട് പാടുന്നല്ലേ പറഞ്ഞ് ഒരു 4 വരി
പാടാൻ പറ്റൂ? നിന്നെ പോലെ നീരു പറഞ്ഞിട്ടും തുറന്നിട്ടും കൂട്ടര കൈവിടിഞ്ഞു പിന്നെ പാവം കൂട്ടിൽ തനിച്ചിരുന്നു ഉണ്ണി പേടിക്കണ്ട, ഇതെന്തായാലും ടെലികാസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ അധികാരികളിൽ എത്തുകയും ചെയ്യും. നേരം ഒരുപാട് ഇരുട്ടിയുണ്ട്, ഇനി അധികം വൈകിക്കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ. എന്താ അത് വെച്ചോളൂ, ചെറിയൊരു സഹായം. മടിക്കണ്ട, വാങ്ങിച്ചോളൂ. വേണ്ട സാറേ, ഒരു 100 രൂപ ചില്ലറ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ തിരിച്ചു തരാം. കടമായിട്ട് മതി, കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ്. ശരി, എന്ന് എന്താ വെച്ചോ. ശരി സാർ. യാചിക്കാതെയും പറ്റിക്കാതെയും ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. അവർക്ക് ചിലപ്പോൾ മണിമാളികയും കാറും സൗന്ദര്യവും വൈറ്റ് കോളർ ജോലിയൊന്നും കാണില്ല, പക്ഷേ ആത്മാഭിമാനത്തിന് കുറവുണ്ടാവില്ല. ഉണ്ണി അവരുടെ ഒരു മുഖമാണ്. യാചിക്കില്ല സാറേ, ഞാൻ പാടും, അറിഞ്ഞു തരുന്നത് വാങ്ങും. ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. പിന്നെ പാവം